കൊച്ചിയിൽ ജീവിക്കുന്ന ജേസൺ ഒരു ന്യൂസ് എഡിറ്റർ ആണ്. ഭാര്യയും 6 വയസ്സുള്ള മകളും ഒപ്പം സന്തോഷമായി ജീവിച്ചു വരികയായിരുന്നു. ഒരു രാത്രിയിൽ ജോലി കഴിഞ്ഞു വീട്ടിലേക്ക് പോകുമ്പോൾ ഫോൺ വിബ്രേറ്റ് ചെയ്തു. ഒരു മെസ്സേജ്: നിന്റെ സ്വകാര്യ ജീവിതം എനിക്ക് അറിയാം. ജേസൺ ഞെട്ടി. ആരാണ് ഇത് എന്ന് അയാൾ തിരിച്ചടിച്ച് ചോദിച്ചു. നിന്റെ മനസ്സിന്റെ അകത്തുനിന്ന് ഞാൻ വരുന്നു എന്നായിരുന്നു മറുപടി. ജേസൺ മുൻകാലത്തിൽ ഐടി മേഖലയിൽ ജോലി ചെയ്തിട്ടുള്ളവനാണ്. അതിനാൽ നമ്പർ ട്രാക്ക് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ നമ്പർ ട്രേസ് ചെയ്യാൻ പറ്റിയില്ല. മറ്റൊരു മെസ്സേജ്: നിന്റെ ഓഫീസിൽ ഉള്ള ഒരാൾ ഇന്നും നിനക്ക് പക വയ്ക്കുന്നു. ഇതിനിടയിൽ ഭാര്യ ശ്വേത ചോദിച്ചു, ഇവിടെ ആരോ നിന്നെ വിളിച്ചതായി തോന്നി. നിന്റെ പഴയ ആരെയെങ്കിലും ഇപ്പോഴും കാണുന്നുണ്ടോ? ജേസന്റെ മനസ്സിൽ പഴയ ഓർമ്മകൾ ഉയർന്നു. പഴയ കാമുകി അഞ്ജലി, അവളുമായുള്ള തർക്കങ്ങൾ, മൗന സന്ദേശം, അവളുടെ ആത്മഹത്യ. അവളുടെ അവസാന സന്ദേശം ജേസൺ മറച്ചുവെച്ചിരുന്നു. അടുത്ത ദിവസം ഞായറാഴ്ച രാവിലെ ജേസൺ കാറിൽ ചെറുമകളെ കാണാനില്ല. ഫോണിൽ ഒരു സന്ദേശം: കുഞ്ഞിനെ കാണുമെന്ന് ആഗ്രഹിക്ക. ജേസൺ പേടിച്ചുപോയി. പോലീസിനെ വിളിക്കണോ എന്ന് വിചാരിച്ചു. പക്ഷേ അടുത്ത മെസ്സേജ്: പോലീസിനെ സമീപിച്ചാൽ ഒറ്റ അവസരവും നഷ്ടമാകും. ജേസൺ ഒരാളെ പോലെ മാറി. തന്റെ ഓർമ്മകൾ തന്റെ തന്നെ ശത്രുവായി മാറുന്നു. അടുത്ത സന്ദേശം: അഞ്ജലി മാളിക, പാലാരിവട്ടം. ഒരിക്കൽ അവളോടൊപ്പം പോയ വീടിന്റെ പേര്. ജേസൺ അവിടെ എത്തുന്നു. വീട് ശൂന്യമാണ്, ഇരുട്ടാണ്. പിന്നെ ഒരു ശബ്ദം: അവളെ നിനക്ക് നഷ്ടപ്പെട്ടത് നിന്റെ കുറ്റം കൊണ്ടാണ്. നീ ക്ഷമിച്ചില്ല, ഇപ്പോൾ നീയും അനുഭവിക്കണം. ഒടുവിൽ ഹോസ്പിറ്റൽ. ജേസൺ ബോധം നഷ്ടപ്പെട്ട നിലയിലാണ്. ഡോക്ടർ പറയുന്നു, ഇയാൾ കഴിഞ്ഞ 5 ദിവസമായി തന്റെ ഭാര്യയും മകളും മരിച്ചതെന്ന് അംഗീകരിച്ചിട്ടില്ല. അവൻ തന്നെയാണ് ആ എല്ലാ മെസ്സേജുകളും അയച്ചത്, തന്റെ തന്നെ ഫോണിൽ നിന്ന്. അവന്റെ മനസ്സാണ് ഈ മുഴുവൻ ദൃശ്യങ്ങൾ സൃഷ്ടിച്ചത്. ഒരു മനോവികാരം, ഒരു ഗിൽറ്റ്, ഒരവസാനിക്കാത്ത ഓർമ്മ. അവസാന ലൈനുകൾ: ഓർമ്മകളെ മറക്കാൻ ശ്രമിച്ചാൽ അവ പ്രതികാരമായി തിരിയുന്നു. ഒടുവിൽ നമ്മളെ തനിച്ചാക്കി നമ്മുടേതായ മനസ്സാണ് നമ്മോട് ചോദിക്കുന്നത്, നിനക്ക് ഞാൻ ഒരു ശത്രുവാണോ? അല്ലെങ്കിൽ ഒരാളെ നഷ്ടപ്പെട്ടവനായി ജീവിക്കാൻ ഒരു സായുധം മാത്രം ആണോ? ജീവിതത്തിൽ ചില പിഴവുകൾ ക്ഷമിക്കപ്പെടില്ല. ചിലരുടെ മൗനം ഒരു ജീവിതം മുഴുവനും നമ്മെ പിന്തുടരും.